പറഞ്ഞു, ലോകത്തെ എവിടെയും അക്രമത്തിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം കുറ്റം ഇന്നും ആര് വഹിക്കേണ്ടി വരും? മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. ഏതൊരു കൊലപാതകവും നടക്കുന്നില്ല. അക്രമത്തിലൊരു കൊലപാതകവും നടക്കുന്നില്ല. സത്യം പറയാനും അത് പ്രചരിപ്പിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഒന്നാമതായി നമ്മെ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. പഠിച്ചവൻ അത്തരം ദോഷത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അത്തരം സമൂഹത്തെ തൊട്ടും അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മളെ അല്ലാഹു ഈ റമളാനിന്റെ വെളുപ്പ് കൊണ്ട് അല്ലാഹു നമ്മെ ശുദ്ധീകരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദം ലവ്വലി കിഫ്ലും മിൻ ദമിഹി. ലോകത്തെവിടെ ഒരു കൊല നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരളവ്, രക്തത്തിന്റെ ഒരളവ് ആരനുഭവിക്കണം? ഖബീൽ. എന്തുകൊണ്ട്? സ്വന്തം സഹോദരനോടുള്ള അസൂയ കാരണം കൊലപാതകം എന്നത് ലോക ചരിത്രത്തിൽ കൊണ്ടുവന്നത് അതിന് ഖാബീലിനെ കുഴിച്ചിടാൻ ഖാബീലിന് കഴിഞ്ഞില്ല, എന്നാൽ കൊല്ലം കഴിഞ്ഞു. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? കൊല്ലാൻ ഖാബീലിന് കഴിഞ്ഞു, എന്തിന് കഴിഞ്ഞില്ല? ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ അങ്ങനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, കുഴിച്ചിടാൻ കഴിയാതിരുന്നു, പിന്നെ എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു? പരിധി നോക്കി, അപ്പോൾ പിടുത്തം കിട്ടി. എന്ത് ചെയ്തു? ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്നു ഖാബീലിന്റെ മുന്നിൽ. എന്നിട്ട് ഒരു ജന്തുവിനെ അറുത്ത് കാണിച്ചു കൊടുത്തു. ഇബ്ലീസിനെ പിൻപറ്റി ഖാബീൽ കത്തികൊണ്ട് സ്വന്തം അനുജനെ അറുത്തു. ഇബ്ലീസ് ആരെ? ഖാബീൽ. മനസ്സിലായില്ല. എന്നാൽ കുഴിച്ചിടൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അതിനാരും സഹായിക്കൂല. ഇബ്ലീസ് മനസ്സിലായില്ല. വളരെ ചിന്തിക്കണം. ഞാൻ വളരെ ആലോചിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച അസൂയെ പറ്റി ചർച്ച ചെയ്തപ്പോ കുഴിച്ചിടാൻ വേണ്ടി അല്ലാഹു തആല അയച്ചു എന്ന്
കൊല്ലാൻ എങ്ങനെ കഴിഞ്ഞു? കൊല്ലല്ലെന്ന പരിപാടി അതിനു മുമ്പ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇയാൾക്ക് കൊല്ലാൻ കഴിഞ്ഞു? കൊല്ലാൻ കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ കുഴിച്ചിടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ആലോചിച്ചു. പിടുത്തം കിട്ടി. പറയുന്നുണ്ട് ഇബ്ലീസ് വന്നു. ഇബ്ലീസ് ഒരു മൃഗത്തിന് അറുത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്തോന്നും പറഞ്ഞു. അപ്പോൾ സ്വന്തം അനുജനെ പിടിച്ചിട്ട് അങ്ങനെ അറുത്തു. ആര്? എന്നാൽ കുഴിച്ചിടാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? സംസ്കരിക്കുക എന്നത് ആദരവാണ്. അല്ലാഹു മനുഷ്യൻ നൽകിയ ആദരവാണ്. അവനെ കുഴിച്ചിടുക, സംസ്കരിക്കുക. والبحر ورزقناهم من الطيبات. الله تعالى آدم നൽകി. عليهم نبأ ابني آدم بالحق إذا قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لا أقتلنك قال إنما يتقبل الله من തന്റെ ഭാര്യയിലുണ്ടായ പ്രസവങ്ങളിൽ ഒരു പ്രസവത്തിൽ ഒരാണും പെണ്ണും ജനിക്കും. അങ്ങനെയായിരുന്നു പതിവ്. അടുത്ത പ്രസവത്തിൽ ഒരാണും പെണ്ണും. ഒരു പ്രസവത്തിലെ പെണ്ണിനെ അടുത്ത പ്രസവത്തിലെ ആണിനോടും ഈ പ്രസവത്തിലെ ആണിനെ അടുത്ത പ്രസവത്തിലെ പെണ്ണിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് നിലനിർത്തുക എന്നായിരുന്നു അന്ന് ശരീഅത്തിന്റെ രീതി. എന്നാൽ ഹാബീലിന്റെ പെങ്ങൾ വിരൂപിയായിരുന്നു. കാബീലിന്റെ പെങ്ങൾ സുന്ദരിയുമായിരുന്നു. കാബീലിന്റെ പെങ്ങളെ കിട്ടേണ്ടത് ഹാബീലിനും ഹാബീലിന്റെ പെങ്ങളെ കിട്ടേണ്ടത് കാബീലിനുമായിരുന്നു. അപ്പോൾ കാബീൽ പറഞ്ഞു, എന്റെ കൂടെ പിറന്നവളെ കൊണ്ട് ഞാനാണ്, എന്റെ വിരൂപിയെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ആര്? കാബീൽ. അവർക്കിടയിൽ നന്മ ഉപദേശിച്ചു സയ്യിദുനാ ആദം. പക്ഷെ കാബീൽ വഴിപ്പെട്ടില്ല. അവസാനം നേർച്ച സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ നേർച്ച അല്ലാഹു തആല ഹാബീലിന്റെ സ്വീകരിച്ചില്ല. സ്വീകരിച്ചു, ഹാബീലിന്റെ സ്വീകരിച്ചില്ല.
ഹാബീൽ ആരോട്? ഹാബീൽ ആരോട്? അപ്പോൾ തിരിച്ച് ശ്രദ്ധിക്കുക, ഒരസൂയാലും നമുക്കെതിരെ ഒരു തിന്മക്ക് മെനക്കെടുമ്പോൾ തിരിച്ചൊരു തിന്മക്ക് മെനക്കെടാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ പാഠം. കാല ലൈൻ ബസത്തൈലൈ യദക ലിതഖ്തുലനി മാ അന ബിബാസുതിൻ യദി ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ലൈൻ ബസത്തൈലൈ യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നീ ഇങ്ങോട്ട് കൈ നീട്ടിയാലും നിന്നെ കൊല്ലാൻ വേണ്ടി ഒരിക്കലും ഞാൻ കൈ നീട്ടുകയില്ല. എന്തുകൊണ്ട്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇന്നി ഉരീദു അൻ തബൂഅ ബിസ്മി വയസ്മിക ഫതകൂന മിന അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതല فأصبح من الخاسرين. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. قال يا ويلتى عجزت أن أكون مثل هذا الغراب فواري سوءة أخيه فأصبح من النادمين. سورة المائدة 27, 28, 29, 30, 31 വചനങ്ങൾ മായിദ ആ ഭാഗമൊന്ന് പരിശോധിക്കുക. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരെ? ഹാബീലിനോട്. നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ തിരിച്ച് കൈ നീട്ടുകയില്ലെന്ന് പറഞ്ഞു. ആരെ? ഹാബീൽ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ഹാബീൽ റളിയല്ലാഹു അൻഹു. ഞാൻ പറയട്ടെ നിങ്ങളോട് ഒരു സ്വകാര്യമായ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. ഈ സംഭവം നടന്നത് ഇന്ത്യയിലാണ്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ സംഭവം നടന്നത് രാമേശ്വരത്താണ്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ആദ്യത്തെ കൊലപാതകം നടന്നത് ഇന്ത്യയിലാണ്. ഒരഭിപ്രായം, പ്രധാനപ്പെട്ട ഒരഭിപ്രായം. ആരും മുഖം ചുളിച്ച് എന്റെ മുഖത്തേക്ക് നോക്കണ്ട. ചരിത്രം ധരിക്കുക മാത്രമാണ് ഞാൻ. പ്രധാനപ്പെട്ട ഒരഭിപ്രായം, ഹാബീലിനെ കൊന്നിട്ടുള്ളത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ
പ്രധാനപ്പെട്ട ഒരഭിപ്രായം അങ്ങനെയാണ്. മാത്രമല്ല നബിയുടെയും മക്കളുടെയും മണ്ണായിരുന്നു അലൈഹിസ്സലാം. ഇന്ത്യ നടന്നു പോയി 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ആദം. ഇന്ത്യ നടന്നുപോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 40 ഹജ്ജിന് പോയാൽ 39 ഹജ്ജ് കഴിഞ്ഞപ്പോഴും ഇന്ത്യക്ക് വരണമല്ലോ. അപ്പൊ കുടുംബം എവിടെയായിരിക്കും? അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും ഒരു ചരിത്രകാരന്റെ അഭിപ്രായം ഞാൻ കണ്ടു. ഞാൻ സാന്ദർഭികമായി പറയാം. ലോകത്തെ ഏറ്റവും ഇന്ത്യയിലാണ്. നബി അലൈഹിസ്സലാം പാർത്ത് സ്ഥിരമായി പോകുന്ന വഴിയിലാണ് അത്ര ഉണ്ടായിട്ടുള്ളത്. ഒരഭിപ്രായം. ലോകത്തെ ശ്രദ്ധിക്കുന്നില്ലേ? ലോകത്തെ മേത്തരം റോഡ് ഇന്ത്യയിലാകുന്നു. ഇന്ത്യയിൽ മേത്തരം റോഡുണ്ടാവാനുള്ള കാരണം ആ ഭാഗങ്ങളിൽ ആദം നബി അലൈഹിസ്സലാം വസിച്ചിരുന്നു എന്നതായിരുന്നു ഒരു ചരിത്രകാരന്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. എന്തായാലും ഈ സംഭവം നടന്നത് ഇന്ത്യയിലാണെന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഞാൻ എന്നെ കൊല്ലില്ലാന്ന് പറഞ്ഞിട്ടും കാബീലിനോട് കാബീലിന്റെ മനസ്സ് പറഞ്ഞു, നീ കൊല്ല്. അങ്ങനെ കൊന്നു. അങ്ങനെ ഏറ്റവും വലിയ പരാജിതനായി ഒരഭിപ്രായം പറയുന്നു. അപ്പോഴത്തിന് ഇയാൾക്ക് കേന്ദ്രം കൊണ്ടുപോയി കൊന്നു കഴിഞ്ഞു. പിന്നെ കേന്ദ്രം ഒരഭിപ്രായം തോളിലേറ്റി ഈ അനുജനെയും തോളിലേറ്റി ഒരുപാട് കാലം നടന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ അങ്ങനെയാണ് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ കുറിച്ച് ഒരു തഫ്സീർ മക്കസ യഹ്മിലു അഖാഹു അലാ ആതിഖിഹി, പേരടിയിൽ ചുമന്നുകൊണ്ട് നടന്നു. ആരെ? അനുജന്റെ ജഡം. ഹത്താ ബഅസല്ലാഹു റബ്ബ. ഇബ്നു കസീർ പറയുന്നുണ്ട്. വളരെ ചിന്തിക്കണം.
ലോകത്തെ ഭൂമിയിൽ നടന്ന ആദ്യത്തെ തിന്മയുടെ കാരണം